എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കുംബർ പരിപ്പ് കറിയാണ്. അതിനായി 2 കുക്കുംബറാണ് ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ. ഇനി ഇതിലേക്ക് പരിപ്പും കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. നമ്മൾ ഈ പരിപ്പ് ഒരു 3/4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുക്കുംബറിനോടൊപ്പം തന്നെ പരിപ്പും കൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് പരിപ്പ് ആദ്യം തന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനോടൊപ്പം തന്നെ പരിപ്പും കൂടി വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മളൊരു 1 കപ്പ് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. 1/4 സ്പൂൺ ജീരകവും ചെറിയുള്ളിയും ചേർത്ത് അരച്ച് വയ്ക്കാം. നമ്മുടെ കുക്കുംബറും പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾക്ക് എത്ര ഗ്രേവിയാണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തിക്ക് പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. നമ്മുടെ ഈ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്കൊന്ന് കടുക് താളിച്ച് കൊടുക്കണം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 1/4 സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായ ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ചെറിയുള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ബ്രൗൺ കളറായ ശേഷം നമ്മൾ ഈ കറിയിലേക്ക് കടുകും താളിച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കുക്കുംബർ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും കൂടി അറിയിക്കണേ.